ഹലോ, നമുക്കിന്നൊരു മീൻകറിയുടെ റെസിപ്പി നോക്കാം. നിങ്ങളുടെ നാട്ടിൽ എന്താ ഈ മീനിനെ പറയുക? ഞങ്ങളുടെ നാട്ടിൽ കറ്റ്ല എന്നാണ് പറയുക. ഇവിടെ ഏട്ടൻ്റെ വീട്ടിൽ ഇതിന് കുയ്യാപ്ല എന്നൊക്കെയാണ് പറയുക. അപ്പോൾ മീൻ ഞാൻ കഴുകി നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, എരിവിന് ആവശ്യമായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി പുരട്ടി മാറ്റി വയ്ക്കുകയാണ് വേണ്ടത്. ഞാനൊരു 30 മിനിറ്റെങ്കിലും അതിനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കാരണം എന്നാൽ മാത്രമേ അതിലേക്ക് നന്നായി ഉപ്പ് പിടിക്കത്തുള്ളൂ. അപ്പോൾ മാരിനേറ്റ് ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കാവുന്നതാണ്. അതിന് ശേഷം നമ്മൾ ഈ മീനിന് ആവശ്യമായ അരപ്പ് തയ്യാറാക്കുകയാണ് പോകുന്നത്. അപ്പോൾ മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തേക്കുന്നത്. അപ്പോൾ തേങ്ങ, ഒരു തക്കാളി, ഒരു ചെറിയ തക്കാളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം പുളി, ആവശ്യത്തിന് ഉപ്പ്. ശ്രദ്ധിക്കണം, നമ്മൾ മീനിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് ഉപ്പ്, മുളക്, മഞ്ഞൾ ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചും ഉപ്പിനനുസരിച്ചും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഞങ്ങൾക്ക് ആവശ്യമായ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തേങ്ങ, ഇഞ്ചി, തക്കാളി, ഉപ്പ്, മഞ്ഞൾ, പുളി എന്നിവ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. നന്നായി എത്രത്തോളം അരപ്പ് അരയുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ അരപ്പ് നിങ്ങൾ മാറ്റി വെച്ചിട്ട് ഒരു ചട്ടി എടുത്ത് ഗ്യാസിൻ്റെ മേലെ വയ്ക്കുക. ഈ അരപ്പ് അതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് പച്ചമുളക്, നമ്മൾ ഓൾറെഡി മുളക് പൊടി ചേർത്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കി ഇടുകയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 2 പച്ചമുളക് നടുവേ കീറി ഇടുന്നുണ്ട്. ഇത് ഉണ്ടമുളകാണ് ഇടുന്നത്. അപ്പോൾ പച്ചമുളക് കീറിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് എത്രയാണോ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി വേണ്ടത് അതനുസരിച്ച് വെള്ളം ആഡ് ചെയ്യാം. എന്നിട്ട് ഈ അരപ്പ് നന്നായി വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെന്ത് കഴിഞ്ഞ് ബബിള് വരുന്ന ടൈം നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില, ഇത് നാടൻ കറിവേപ്പിലയാണ്, അപ്പം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില ആഡ് ചെയ്തതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ ഇതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്യണം. ശ്രദ്ധിക്കുക, ഈ മീനായതുകൊണ്ട് തന്നെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നന്നായി മിക്സ് ചെയ്യാതെ പതിയെ അതിനെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ല തിള വരുന്നത് വരെ, അതായത് മീൻ നന്നായി വേവുന്ന വരെ വേവിച്ചെടുക്കുക. അതിന് നടുക്ക് ഉപ്പും നിങ്ങൾക്ക് ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നോക്കി ചേർക്കാവുന്നതാണ്. ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് വെക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് വെക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക.